ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇന്നത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് വേണ്ടി നിർവഹിച്ച ഊർശ്ലേം അരമനയുടെ മാനേജർ കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ഇന്ന് നമ്മളോടൊപ്പം നാട്ടിൽ നിന്നും സൂമിലൂടെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ബഹനാൻ കോരുത് അച്ഛൻ, പ്രിയ സഹോദരികളെ, ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു പ്രഭാതം ദൈവം തമ്പുരാൻ നമുക്ക് വീണ്ടും നൽകുകയും ശക്തമായ കൃപകൾ നമുക്കൊന്ന് ഉണരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കരുത്തായി നൽകുകയും ചെയ്തു. ഓരോ ദിവസങ്ങളും നമ്മൾ ഈ ലോകത്തിൽ പിന്നിടുമ്പോൾ ആവശ്യമായ ആധ്യാത്മിക കൃപകൾ ദൈവം തമ്പുരാന്റെ കൃപയുടെ ഉറവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിൽ ദൈവത്തെ നമുക്ക് മഹത്വം. അഭിമന്യ തിരുമേനിയുടെ തിരക്കിനിടയിലും ഞാൻ എന്ന ഊർശ്ലേം അരമനയിൽ വന്നപ്പോൾ തിരുമേനിയോട് ഈ പ്രാർത്ഥനയുടെ സമയം ഇങ്ങോട്ട് തന്നെ തിരുമേനി ചോദിച്ചു, അതിന്റെ സമയമായല്ലോ. അപ്പൊ തിരുമേനിയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മളെ അതിന്റെ തുടക്കത്തിൽ കൗമാ പ്രാർത്ഥന നടത്തി നമ്മളെ അനുഗ്രഹിച്ചതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. റിച്ചിയച്ഛനും തിരക്കിനിടയിൽ നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ഭാഗമാകണം, പ്രത്യേകിച്ച് ആലോചിക്കാതെ ഇതിന്റെ ഭാഗമായതിൽ അച്ഛനെയും പ്രത്യേകം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി നമുക്കൊക്കെ അറിയാം, കേരളത്തിന്റെ തെക്കൻ മേഖലയായ കൊല്ലം ജില്ലയിൽ അനുഗ്രഹീതമായ ഒരു ആശ്രമമുണ്ട്, മൗണ്ട് ഹോറേബ് ആശ്രമം, ശാസ്താംകോട്ട, മുതുപിലാക്കാട്. ആ ആശ്രമ അംഗവും അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലിലൂടെയാണ് അച്ഛനിപ്പം കൂടുതൽ പേര് അച്ഛനെ അറിയപ്പെടുന്നത്. അല്പം കൂടി കൊളോക്കിയൽ ഭാഷയെ പറഞ്ഞാൽ ഒത്തിരി പേര് അച്ഛന് ആരാധകരുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. പലപ്പോഴും പറയാറുണ്ട്, അച്ഛനെ അറിയാമോ, അച്ഛന്റെ പാട്ടുകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്, അച്ഛന്റെ കുർബാന ഞങ്ങൾ ദൈവം ജന്മസിദ്ധമായി ഒരു സംഗീതത്തിന്റെ ധ്വനി അച്ഛന് നൽകി. അത് കേൾക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും ഒരുപോലെ ആരാധനയിലേക്ക് ഇഴുകിച്ചേരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കൃപയും പ്രാപ്തിയും അച്ഛനിലൂടെ നൽകുന്നതിൽ ഞങ്ങളും അഭിമാനിക്കുകയാണ്. ഇതിനു മുമ്പും പല പ്രാവശ്യവും അച്ഛനെ നമ്മൾ ആഗ്രഹിച്ചുവെങ്കിലും പലപ്പോഴും അച്ഛന്റെ തിരക്ക് കൊണ്ടും നമ്മുടെ ഭാഗ്യമില്ലായ്മ കൊണ്ടും ലഭിക്കാതെ വന്നു. ഇന്ന് മറ്റൊരു വൈദികനെ ഞാൻ ക്രമീകരിച്ചതാണ്, പക്ഷെ പെട്ടെന്ന് അച്ഛനൊരു ആകസ്മികമായ ഹോസ്പിറ്റലിൽ പോക്ക് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ അർദ്ധരാത്രിയിലാണ് ബഹനാൻ അച്ഛനോട് പറഞ്ഞത്. അച്ഛന് മനസ്സിലായി ഇത് പിടികൂടാൻ തന്നെയുള്ള പരിപാടിയാണെന്ന് അച്ഛന് മനസ്സിലായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ അച്ഛൻ ഞാൻ കയറിക്കോളാം എന്നുള്ള ഒറ്റ വാക്കിൽ എനിക്ക് മറുപടി നൽകി. ഏകദേശം 1 മണി രാത്രി സമയത്താണ്. കിട്ടാതെ പലരെയും ഞാൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ റെസ്പോണ്ട് ചെയ്തു. അച്ഛൻ കൊല്ലം ജില്ലയിലെ കൊല്ലം ഭദ്രാസനത്തിൽ തന്നെ കൊടുവുള മാർ ഏലിയ ഓർത്തഡോക്സ് ദേവാലയത്തിൽ അംഗമായി അല്ലെങ്കിൽ ജന്മം കൊണ്ട് വളർന്ന വ്യക്തിയാണ്. മാതാപിതാക്കളോടൊപ്പം ഒരു സഹോദരിയോടൊപ്പം അദ്ദേഹം വളർന്നു. അനുഗ്രഹീതമായ അടിസ്ഥാന വിദ്യാഭ്യാസങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിട്ടാണ് അച്ഛൻ തന്റെ ജീവിതം ആരംഭിച്ചത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഈ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ അല്ല അച്ഛൻ ആവശ്യം, ആത്മാക്കളെ നേടാനുള്ളൊരു സാങ്കേതിക വിദ്യ പത്രോസിന് നൽകിയതുപോലെ അച്ഛനെ അതിൽ നിന്ന് മാറ്റി അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ സെമിനാരിയിൽ വീണ്ടും മലയാളത്തിൽ ബിരുദാനന്ത ബിരുദം, അതോടൊപ്പം തന്നെ തിയോളജിക്കൽ സ്റ്റഡിയിൽ മാസ്റ്റർ ഡിഗ്രി, മാസ്റ്റർ ഓഫ് തിയോളജി, ഈ 2 വിഷയങ്ങളും പഠിക്കുകയും തുടർന്ന് സംഗീതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ അച്ഛൻ നന്നായി പഠനം നടത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ അച്ഛനോട് ഒരു പ്രാവശ്യം ഇത് പങ്കിട്ടതാണ്. ഏതെങ്കിലും സമയത്ത് ഒരു അവസരം കിട്ടിയാൽ നിശ്ചയമായും സംഗീത മേഖലയിൽ വളരെ ഭംഗിയായ ഒരു പഠനം അച്ഛൻ നടത്തി കഴിഞ്ഞാൽ ഉള്ള സിദ്ധിയെ ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി ശക്തിയോടുകൂടി അത് ഉപയോഗിക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നത്. റിച്ചിയച്ഛനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവർ ഒരേ സമയത്ത് സെമിനാരിയിൽ ഒരേ ബാച്ചിൽ പഠിച്ചവരാണ്. ആ ഹൃദ്യതയും പങ്കുവെക്കുന്നു. എൻ്റെയും നല്ലൊരു സ്നേഹിതനാണ്, ഒരു അനുജനാണ്. പലപ്പോഴും ഞങ്ങളെ എന്നും വിളിക്കുന്നില്ലെങ്കിലും മിണ്ടുമ്പോഴൊക്കെ ഹൃദ്യത നഷ്ടപ്പെടാതെ, ബഹുമാനം നഷ്ടപ്പെടാതെ, ഗൗരവമൊന്നും പങ്കുവെക്കാതെ മൃദുവായ കാര്യങ്ങൾ മാത്രം പങ്കുവെക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അച്ഛന് അങ്ങനെ ഒരു ചിരിയും കൂടെ ദൈവം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിലനിൽക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ അച്ഛൻ കാണിച്ച അച്ഛന്റെ നല്ല മനസ്സിനെ ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു. അഭിമന്യ തിരുമേനിക്ക് വേണ്ടിയും ഞങ്ങൾ വൈദികരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും MMVSന്റെ ചുമതലപ്പെട്ടവർക്ക് വേണ്ടിയും സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.
ദൈവനാമം മഹത്വപ്പെടട്ടെ. ആദ്യമേ തന്നെ ഒരു ക്ഷമാപണം പറയുന്നു. ഇത്രയും സാങ്കേതികത എന്നതിൽ പ്രയാസം വന്നതിൽ ബുദ്ധിമുട്ടായതിൽ സദയം ക്ഷമിക്കുക. വന്ദനായ ഐസക് ബി പ്രകാശൻ പറഞ്ഞ ആമുഖ വാക്കുകൾ ഒരുപാട് സ്നേഹത്തോടെയും നന്ദിയോടെയും ഉൾക്കൊള്ളുന്നു. വന്ദനായ റിച്ചേച്ചന്റെ സാന്നിധ്യത്തിനും നന്ദി അർപ്പിക്കുന്നു. തിരുമനസിന്റെ പ്രാർത്ഥനയ്ക്കും ആദ്യമേ തന്നെ കടപ്പാട് അറിയിച്ചുകൊള്ളട്ടെ. ഏതാനും ചില ആശയങ്ങൾ ദൈവത്തിൽ ശരണപ്പെട്ട് പറയാൻ അല്പസമയം ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. ഒരു കഥ പറഞ്ഞ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഒരു ആശ്രമത്തിൽ ഒരുപാട് ബുദ്ധ പ്രതിമകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ആളുകൾക്കൊക്കെ ഗ്രാമത്തിലും ആളുകൾക്കൊക്കെ അവിടെയൊക്കെ പ്രവേശനമുണ്ട്. അവർ ഈ ബുദ്ധപ്രതിമകളൊക്കെ കാണും, അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കും. അങ്ങനെ ഈ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ രൂപപ്പെടുത്തിയ ഈ പ്രതിമകളുടെ അടുത്തേക്ക് വരികയും അവർക്കിഷ്ടമുള്ള ഭാവത്തിലിരിക്കുന്ന പ്രതിമകളോട് ചേർന്നിരുന്ന് അതൊരു കൂട്ടമായി പരിണമിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുകയാണ്. പല ഭാവത്തിലുള്ള പ്രതിമകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഓരോ പ്രതിമയുടെ മുമ്പിൽ അവർ വന്നിരിക്കും, അവരുടെ ഭജനങ്ങളൊക്കെ നടത്തി കടന്നു പോകും. അങ്ങനെ ഈ പ്രക്രിയ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഓരോ ദിവസവും ഈ മനുഷ്യർ ഈ ആശ്രമത്തിലേക്ക് വന്ന് അവർക്ക് ഇഷ്ടമുള്ള പ്രതിമകളുടെ അടുത്തേക്ക് വന്നിരിക്കും. അങ്ങനെ ഓരോ ദിവസവും വരുമ്പോൾ അവർ ധൂപമൊക്കെ ആയിട്ടാണ് വരിക, തിരികൾ കൊണ്ടുവരും. അങ്ങനെ ആ പ്രതിമയുടെ മുന്നിലിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള പ്രതിമയുടെ ഭാവത്തിന്റെ മുന്നിലിരുന്ന് അവർ ഈ ധൂപമൊക്കെ അർപ്പിക്കും, ഭജനകൾ പാടും. ഈ ധൂപമൊക്കെ അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സുഗന്ധമൊക്കെ നേരുമ്പോൾ ഒരു ഭാവമുള്ള പ്രതിമയുടെ അടുത്ത് ഇരിക്കുന്ന മനുഷ്യർ തങ്ങൾക്ക് സ്വന്തമായ പ്രതിമയ്ക്ക് നൽകുന്ന സുഗന്ധവും ഒക്കെ അപരന്റെ പ്രതിമയിലേക്ക്, തൊട്ടടുത്തിരിക്കുന്ന പ്രതിമകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരൊരു ചെറിയ മതിലൊക്കെ കിട്ടി. അങ്ങനെ അവരുടെ ഈ പ്രോസസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഇഷ്ടപ്പെട്ട പ്രതിമകളുടെ ഭാവത്തേക്ക് സുഗന്ധം കൊണ്ടും തീജ്വാലകൾ കൊണ്ടും ഒക്കെ അതിന് വല്ലാണ്ട് കരിപിടിക്കുകയാണ്. അങ്ങനെ ആഴ്ചകൾ കഴിയുമ്പോൾ കൂട്ടമായിട്ടിരുന്ന പ്രതിമകളുടെ മുഖഭാവങ്ങൾക്ക് അതിന്റെ സൗന്ദര്യമൊക്കെ വറ്റി അതിന് കറുപ്പിന്റെ അഴകോ അല്ലെങ്കിൽ അതിന്റെ അന്ധകാരമോ അതിന്റെ മൂടാപ്പോ ഒക്കെ മാറ്റി അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ്. പ്രതിമയുടെ ഭാവത്തിന് വൈകൃതങ്ങളും വൈരൂപ്യങ്ങളും സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്തിലാണ് കഥാതന്തുവിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവഭാവങ്ങൾക്ക് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന മതിലുകളും നമ്മുടെ രീതികളും ഒക്കെ ദൈവത്തിന്റെ മുഖത്തിന് അറിഞ്ഞോ അറിയാതെയൊക്കെ വൈരൂപ്യങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. മനുഷ്യൻ വേദത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി നമ്മെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ മനുഷ്യരിലും ദൈവ രൂപമുണ്ട്. നാം തന്നെ നമ്മുടെ ദൈവരൂപത്തെ നമ്മുടെ ഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ ഭാവമാറ്റങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ കൊണ്ടും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ദൈവ രൂപത്തിനും സ്വരൂപത്തിനും ഒക്കെ നാം തന്നെ വൈരൂപ്യം നിർമ്മിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാലത്തിലാണ് നാം ജീവിക്കുക. ദൈവഭാവങ്ങൾക്ക് നമ്മുടെ തന്നെ ജീവിതം കൊണ്ട് വൈരൂപ്യം ഉണ്ടാകുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുക. അല്പസമയത്തെ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തായുടെ സുവിശേഷം 15-ാം അധ്യായമാണ്. നമുക്കേറെ പരിചിതമായ വേദഭാഗമാണ്.
ശിവനമസ്കാരത്തിലെ ചൊവ്വാഴ്ച സൂത്താറയിൽ ആ ആദത്തേഹോ എന്ന് തുടങ്ങുന്ന ആ ആരാധന ഗീതത്തിൽ ഈ 3 ഉപമകളെയും മനോഹരമായി പിതാക്കന്മാർ ക്ലബ് ചെയ്തിട്ടുണ്ട്, ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ആടിന്റെ ഉപമയാണ്. 100 ആടുകൾക്കുള്ളിൽ ഒരാടിനെ നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ഉപമയാണ്. രണ്ടാമത് ഒരു സ്ത്രീയുടെ കയ്യിലുള്ള ദ്രഹ്മപ്പണം 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെടുന്നതാണ്. മൂന്നാമത് ധൂർത്തനായ പുത്രന്റെ ഉപമയാണ്. ഈ 3 ഉപമകളുടെയും സാരാംശത്തിൽ നഷ്ടം എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ഈ നഷ്ടവും അതിനൊപ്പം അതിൻ്റെ മടങ്ങിവരവും മനോഹരമായി ആ വേദഭാഗത്തിൽ 3 ഉപമയിലും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ സ്വഭാവം കൊണ്ടോ ജീവിത ശൈലി കൊണ്ടോ നമ്മുടെ ആത്മീയതയുടെ കുറവുകൊണ്ടോ നഷ്ടങ്ങളിലേക്ക് വീണു പോകുന്നവരും വീണ്ടും ആത്മീയതയിലേക്ക് നാം തന്നെ മടങ്ങി വരുന്നവരുമാണ്. സദൃശവാക്യത്തിൽ പറയുന്ന പോലെ നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യരും വീണുപോകാനുള്ള സാധ്യത ഉണ്ട്. നീതിമാനും വീഴും, പക്ഷെ എഴുന്നേറ്റ് വരാനുള്ള സാധ്യത അതിനേക്കാൾ അപ്പുറമാണ്. അങ്ങനെ ഒരു കാലത്തിലും അങ്ങനെയാണല്ലോ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ. ഈ ലൂക്കോസ് സുവിശേഷത്തിൽ 15-ാം അധ്യായം നഷ്ടപ്പെടലിനെയും മടങ്ങിവരവിനെയും കുറിച്ച് പറയുന്ന 3 ഉപമകളാണ്. ആടിന്റെ ഉപമയാണെങ്കിലും ദ്രഹ്മയുടെ ഉപമയാണെങ്കിലും ധൂർത്തപുത്രന്റെ ഉപമയാണെങ്കിലും നഷ്ടപ്പെട്ടു പോകലിന്റെയും മടങ്ങിവരവിനെ കുറിച്ച് ഭംഗിയായിട്ട് അതിൽ പ്രതിപാദിക്കുന്നു. അതിന്റെ വരികൾക്ക് ഇടയിലൂടെ വായിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ സംഭവിക്കുന്ന 3 അവസ്ഥകളായി അതിനെ വായിച്ചിട്ട് 3 വ്യത്യസ്തമായ ഉപമകളാണ് എങ്കിൽ തന്നെയും ഒരു വ്യക്തിയിൽ തന്നെ നമ്മൾ തന്നെയാകാം നമ്മൾ സംഭവിച്ചു പോകുന്ന 3 അവസ്ഥകളായി, ഒരാളിൽ തന്നെ സംഭവിക്കുന്ന 3 അവസ്ഥകളായി നമുക്കതിനെ വായിച്ചെടുക്കാവുന്നതാണ്. കാണാതെ പോയ ആടും കളഞ്ഞുപോയ നാണയവും ധൂർത്തപുത്രനിൽ ക്രമാനുഗതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യഭാവത്തിന്റെ ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് തന്നെ നഷ്ടപ്പെടലിന്റെയും മടങ്ങിവരവിന്റെയും ഭാവങ്ങളെ ആ ഉപമയിൽ നമുക്ക് വായിച്ചെടുക്കാം. ആദ്യത്തെ ഉപമ നഷ്ടപ്പെട്ടു പോയ ആടാണ്. ഒരാളുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്ന അവസ്ഥ അത് തന്നെയാണ്. കാണാതെ പോയ ആടിന്റെ ഒരവസ്ഥ ഉണ്ട്. അതിൽ ആട് നഷ്ടപ്പെടുത്തിയ സ്വന്തം ഇടത്തെ നഷ്ടപ്പെടുത്തിയ വ്യക്തിയോട് അതിനെ താതാത്മ്യപ്പെടുത്താം, അതിനെ ചേർത്ത് വയ്ക്കാം. ആട് എന്ന് പറയുന്നത് ആയിരിക്കേണ്ട ഇടം നഷ്ടപ്പെടുത്തിയ ആളിനെ പ്രതീകാത്മകമായി ആ ഉപമയിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. അതിന്റെ കൂട്ടത്തിൽ 100 ആടുകളുണ്ട്. അത് ഒരുമിച്ച് കൂട്ടത്തിൽ സഞ്ചരിക്കേണ്ടതാണ്. അതിനൊരു ആലയുണ്ട്, അതിനൊരു ഇടയനുണ്ട്, അത് നടക്കേണ്ട മേച്ചിൽ സ്ഥലങ്ങളുണ്ട്, മേച്ചിൽപ്പുറങ്ങളുണ്ട്. എങ്കിലും എവിടെയൊക്കെയോ വെച്ച് ചില നഷ്ടപ്പെടലുകൾ അതിന് സംഭവിക്കുന്നുണ്ട്. ഒരുമിച്ചായിരിക്കേണ്ടത് അതിന് കൂട്ടം തെറ്റി മാറിപ്പോകുമ്പോൾ അത് ഇടം നഷ്ടപ്പെടുത്തിയ വ്യക്തിയോട്, നമ്മുടെ വ്യക്തിത്വത്തോടൊക്കെ അതിന് വളരെയധികം സാമ്യമുണ്ട്. നാം ഒക്കെ പുരോഹിതനാണെങ്കിലും സാധാരണ മനുഷ്യരാണെങ്കിലും മറ്റു ജോലിയിൽ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിലും ഒക്കെയും ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണ്, അവർ ഇടങ്ങളിൽ ജീവിക്കുന്നവരാണ്. പ്രത്യേകം ഭാര്യ എന്ന ഇടം, പുരോഹിതൻ എന്ന ഇടമുണ്ട്, അപ്പൻ എന്ന ഇടമുണ്ട്, അമ്മ എന്ന ഇടമുണ്ട്, സഹോദരൻ, സ്നേഹിതൻ എന്നൊക്കെയുള്ള ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളെ നഷ്ടപ്പെടുത്തി പോകുമ്പോഴാണ് ആദ്യത്തെ ഉപമയോട് നമ്മുടെ വ്യക്തിത്വം വല്ലാണ്ട് ചേർക്കപ്പെടുന്നത്.
പ്രാർത്ഥിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ഓരോ പഴയ കാലത്താണെങ്കിൽ ഇന്ന് നൈറ്റ് ലൈഫിന്റെ കാര്യമായിട്ട് അത്രത്തോളം അതിനോട് താതാത്മ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. ഓരോ വീട്ടിലും രാവിലെയും വൈകുന്നേരം ഒക്കെ നാം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ പുരോഹിതന്മാർ പറയാറുണ്ട്, എല്ലാ വീട്ടിലും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം, കുറഞ്ഞത് 2 നേരമൊക്കെ പ്രാർത്ഥിക്കണമെന്ന് നാം വാശി പിടിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മുടെ തിരക്കുകളോ ജീവിതത്തിന്റെ ആസ്വാദനങ്ങളോ ഒക്കെ പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളെ നാം വല്ലാണ്ട് നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. നമ്മുടെ ദൈവാനുഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കേണ്ട പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ആ ഇടത്തെ നഷ്ടപ്പെടുത്തി നാം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ കൂടി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അല്പസമയം ദൈവസന്നിധിയിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നാം കൃത്യമായി നമ്മുടെ ഇടങ്ങളിലായിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി ആ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മുടെ കൊച്ചു കൊച്ചു തിരക്കുകളെ പ്രതി നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മളായിരിക്കേണ്ട ഇടത്തെ നാം അറിഞ്ഞോ അറിയാതെയൊക്കെ നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. സത്യത്തിൽ ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയും ഓരോ കൂടിവരവും ദൈവാനുഭവങ്ങളെ നമുക്ക് സമ്മാനിക്കുന്ന ഇടങ്ങളാണ്. അത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ടെക്നോളജിക്കൽ സൈഡിനെ ഉപയോഗിച്ച്, സപ്പോർട്ട് ഉപയോഗിച്ച് നമ്മൾ കൂടി വരുന്നതാണെങ്കിലും അല്പസമയം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും, ശരീരം വിവിധ ഇടങ്ങളിലാണെങ്കിലും നമ്മുടെ മനസ്സും ആത്മാവും ഒരുപോലെ കൂടി വരുന്ന ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷം ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഈ നാട്ടിലിരുന്ന് സംസാരിക്കുവാണെങ്കിലും നിങ്ങൾ ദൂരെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കേൾവിയിലും നമ്മുടെ കൂടിവരവിലും ഒക്കെ ആത്മാവിന്റെ ഒരു ഐക്യം സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. എപ്പോൾ നമ്മൾ ഈ ഇടങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, എപ്പോൾ നമ്മൾ ദൈവാനുഭവങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, അപ്പോൾ നാം നഷ്ടപ്പെട്ടു പോയ ആടിന് തുല്യമാണ്. കൂട്ടം തെറ്റിപ്പോയ ആടിന് തുല്യമായി മാറുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചു പോകുന്നുണ്ട്. അതാണ് ആ ഉപമ പറയുന്ന ഒരു സന്ദേശം. പ്രാർത്ഥിക്കേണ്ട ഇടം നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ നമ്മൾ ഇടം നഷ്ടപ്പെട്ടു പോയ ആടിന് തുല്യമായി മാറുകയാണ്. ദൈവാനുഭവം സ്വാംശീകരിക്കേണ്ട സമയങ്ങളിൽ നാം മാറി സഞ്ചരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പൗരോഹിത്യ ജീവിതത്തിൽ തന്നെ എനിക്ക് എന്നോട് തന്നെ ചിലപ്പോൾ പരിഹാസമോ ചിരിയോ ഒക്കെ തോന്നാറുണ്ട്. പള്ളിയിൽ ഞങ്ങൾ പുരോഹിതന്മാർ പറയാറുണ്ട്, രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന സമയത്ത് തന്നെയും നൈറ്റ് ലൈഫിന്റെ കാലമാണെന്ന്. അത് കേരളത്തിലാണെങ്കിലും ദൂരെയാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു കാലത്തിലും അങ്ങനെ ഒരു പരിതസ്ഥിതിയും ഒക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുക. സത്യത്തിൽ സന്ധ്യയുടെ യാമങ്ങൾ നമ്മുടെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടേക്കോ നമ്മുടെ പ്രാർത്ഥനയുടെ ഇടങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ നൈറ്റ് ലൈഫ് ആസ്വദിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മടങ്ങി വരവിന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മടങ്ങി വരവ്, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ വീണ്ടും നമ്മൾ ഒരു ചങ്ങലയിലെ കണ്ണി എന്ന വണ്ണം അതിനെ വിളക്കി ചേർക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഇടത്തേക്കുള്ള നമ്മുടെ മടങ്ങി വരവ് സാധ്യമായി തീരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ ആട്, കൂട്ടം തെറ്റിപ്പോയ ആട് എന്ന് പറയുന്നത് നമ്മളായിരിക്കേണ്ട ഇടങ്ങളിൽ നിന്ന്, അത് പ്രാർത്ഥനയുടെ ദൈവാനുഭവത്തിന്റെ ഇടങ്ങളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതെ ഉള്ളൊരു സൂക്ഷ്മത ജീവിതത്തിൽ എപ്പോഴും നാം പുലർത്തേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത്തെ ഉപമ ഒരു സ്ത്രീയും അവളുടെ കയ്യിലെ 10 ദ്രഹ്മയും ആണ്. 3-4 വാക്യത്തിൽ ആ ഉപമ അവസാനിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നഷ്ടപ്പെട്ടു പോയ നാണയത്തെ തേടി അവൾ ആ വീടും അതിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നാണയത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. ഒരു നാണയം 1 രൂപയാണെങ്കിലും അതിന് അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ നാണയം സൂചിപ്പിക്കുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന മൂല്യങ്ങളുടെ പ്രതീകമാണ്. എല്ലാ മനുഷ്യനും നല്ല മൂല്യങ്ങൾ കൊണ്ട് ജീവിക്കണമെന്നാണല്ലോ നാം പഠിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് സ്നേഹമാകാം, ത്യാഗമാകാം, പരസ്പര ആദരവിന്റെ ഭാഷയാകാം, സാഹോദര്യമാകാം.
പങ്കുവയ്ക്കലിന്റെ അനുഭവമാകാം. എല്ലാ മനുഷ്യനും മൂല്യം നിർണ്ണയിക്കുന്നത് അയാളുടെ ഉള്ളിലെ നന്മകളും നന്മ പ്രവൃത്തികളും ഒക്കെയാണ്. നമ്മുടെ ജീവിതത്തിന് മൂല്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആത്മപരിശോധന നടത്തേണ്ടത് നമ്മൾ തന്നെയാണ്. എത്രത്തോളം നമുക്ക് പങ്കുവയ്ക്കലിന്റെ അനുഭവമുണ്ട്, എത്രത്തോളം നമുക്ക് സ്നേഹത്തിന്റെ അനുഭവമുണ്ട്, എത്രത്തോളം നമുക്ക് ആദരവിന്റെ, ത്യാഗത്തിന്റെ, വിട്ടുകൊടുക്കലിന്റെ, വിട്ടുവീഴ്ചയുടെ അനുഭവമുണ്ട് എന്നൊക്കെയാണ് എന്നതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യത്തെ നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങൾ. അതുകൊണ്ട് ഈ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ദ്രഹ്മകൾ, 10 ദ്രഹ്മകൾ, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, മൂല്യമുള്ളത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതൊരു നഷ്ടപ്പെടൽ തന്നെയാണ്. ഈ മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ മുന്നമേ പറഞ്ഞ സ്നേഹവും കരുതലും ആദരവും സംരക്ഷണവും ഒക്കെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വില നിർണ്ണയിക്കുന്നത് ഓരോ മനുഷ്യന്റെയും, എല്ലാ മനുഷ്യന്റെയും വില നിർണ്ണയിക്കുന്നത് അയാൾ രൂപപ്പെടുത്തുന്ന നന്മയുടെ ജീവിതമാണ്. എപ്പോ നമുക്ക് നമ്മുടെ ആ മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കുന്നു, അതിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, അതിൽ നമ്മൾ അതിന് ഗൗരവം കൊടുക്കാതെ അത് നഷ്ടപ്പെടുത്തി കളയുന്നു, നാം നമ്മുടെ മൂല്യത്തിന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത്. എല്ലാ മനുഷ്യർക്കും നല്ല മൂല്യങ്ങളെ രൂപപ്പെടുത്താനുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, പരസ്പര സ്നേഹത്തിന്റെ അനുഭവങ്ങളെ കൈമോശം വന്നു പോകാതെ, പലപ്പോഴും അറിഞ്ഞോ അറിയാതെയൊക്കെ പറയുന്ന വാക്കുകളുടെ പേരിൽ പോലും നമ്മുടെ സ്നേഹബന്ധങ്ങൾ നമ്മൾ മുറിച്ചു കളയാറുണ്ട്, അറുത്ത് മാറ്റി കളയാറുണ്ട്. സഹോദര ബന്ധം നഷ്ടപ്പെട്ടു പോകാറുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധം നഷ്ടപ്പെട്ടു പോകാറുണ്ട്, മാതാപിതാക്കളും മക്കളും നമ്മളുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോൾ ചില വാക്കുകളുടെ പേരിലാകാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളാകാം. സൂക്ഷിച്ചു പിടിക്കേണ്ട, സംരക്ഷിക്കേണ്ട മൂല്യങ്ങളെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാൻ നമുക്ക് ഇടയാകുമ്പോഴാണ് ജീവിതം കുറച്ചുകൂടെ ആഴവും അർത്ഥമുള്ളതായിട്ട് മാറുക. അതുകൊണ്ട് സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ബ്രഹ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൾ വളരെ വളരെ ആകാംക്ഷയോടും ആഗ്രഹത്തോടും കൂടെ ആ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി അത് തിരികെ കിട്ടുമ്പോൾ അതിൽ വളരെയധികം സന്തോഷം ആ സ്ത്രീ ആ ഉപമയിൽ പ്രകടിപ്പിക്കുന്നു. എന്നതുപോലെ എവിടെയെങ്കിലും നമ്മുടെ സ്നേഹം, ഉള്ളിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ, എവിടെയെങ്കിലും നമ്മുടെ സഹോദര ബന്ധത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ, ആദരവിന്റെ ഭാഷ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ, ത്യാഗത്തിന്റെ ഭാഷ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ, വിട്ടുവീഴ്ചയുടെ ഭാഷ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ, അതിനെയൊക്കെ ഒന്ന് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഓർത്തുണക്കുമ്പോൾ മൂല്യമുള്ള, മടങ്ങിവരവിന്റെ നല്ല മൂല്യമുള്ള മനുഷ്യരായി തീരുവാൻ നമുക്ക് ഇടയാകും. മൂന്നാമത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ധൂർത്ത പുത്രന്റെ ഉപമയാണ്. ഈ 2 കാര്യങ്ങൾ, അതായത് ആയിരിക്കേണ്ട ഇടവും ഉണ്ടായിരിക്കേണ്ട മൂല്യവും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ധൂർത്തപുത്രന് അയാളുടെ സ്വന്തം ഇടത്തെ വിട്ടുപോകേണ്ടി വരിക. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിവിധങ്ങളായ ഭാവങ്ങൾ തന്നെയാണ്. സുരക്ഷിതമായിരിക്കേണ്ട, അപ്പനോടൊപ്പം ആയിരിക്കേണ്ട, സഹോദരനോടൊപ്പം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അയാൾക്കുള്ളത് വാങ്ങിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള വഴികളിൽ സഞ്ചരിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അയാളായിരിക്കേണ്ട ഇടം നഷ്ടപ്പെട്ടു പോകുന്നു. എങ്കിലും അനുതാപത്തോടെ അയാളുടെ ജീവിതത്തിലേക്കും വീടിന്റെ അന്തരീക്ഷത്തിലേക്കും പിതാവിന്റെ വാത്സല്യത്തിലേക്കും ഒക്കെ മടങ്ങി വരുമ്പോൾ അയാൾ തിരിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിൽ നിന്ന് മടങ്ങി വരവന്റെ നല്ല അനുഭവങ്ങളിലേക്ക് വന്നു പോകുന്നു. സത്യത്തിൽ ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നതേ ഇല്ല. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. തമ്പുരാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് മടങ്ങി വരവിന്റെ ചിത്രം തന്നെയാണ്. നഷ്ടപ്പെട്ടു പോകുന്നവർ, യോഹന്നാൻ സുവിശേഷത്തിൽ 21 അധ്യായത്തിലാണ് എന്ന് തോന്നുന്നു, ഉത്ഥാനത്തിന് ശേഷം 6 or 7 ശിഷ്യന്മാർ ഒരുമിച്ച് ക്രിസ്തു ഇല്ലാതെ വരുമ്പോൾ അവർ വീണ്ടും പഴയ വഞ്ചിയും വലയും ഒക്കെ തേടി പോകുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണാൻ സാധ്യമാകുന്നുണ്ട്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുമ്പോഴാണ് അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന, അവർക്ക് കാണാനും കേൾക്കാനും തൊടാനും അകലത്തിലുണ്ടായിരുന്ന ക്രിസ്തു അവർക്ക് ഇല്ല എന്നുള്ള ചിന്തയിൽ വരുമ്പോഴാണ് അവർ അവരുടെ പഴയ വഞ്ചികളിലേക്കും വലകളിലേക്കും ഒക്കെ പോകുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ശിഷ്യന്മാരെ തേടി
വീണ്ടും ക്രിസ്തു അവിടേക്ക് വരുന്നുണ്ട്. അവർക്ക് പ്രാതലൊരുക്കി അവരെ തിരികെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു ആ കടൽ തീരത്ത് വരുന്നുണ്ട്. ഈ 3 ഉപമയിലും ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴറിയാം. നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിപ്പോകുന്ന ഇടയനാണെങ്കിലും, ആ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മയെ അടിച്ചുവാരി കണ്ടെത്തുന്ന സ്ത്രീയിലാണെങ്കിലും, പുത്രനെ വിട്ടുപോയ മകനെ കാത്തിരിക്കുന്ന പിതാവിന്റെ ചിത്രത്തിലാണെങ്കിലും, നമുക്ക് അവിടൊക്കെ കാണുവാൻ സാധിക്കുന്നത് കാത്തിരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ്. നാമും കേവല മനുഷ്യരാണ്, ബലഹീനതകളുള്ള മനുഷ്യരാണ്. ചിലപ്പോഴൊക്കെ നാമും ഇതുപോലെയുള്ള ദൈവാനുഭവങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാറുണ്ട്. നമ്മുടെ മൂല്യങ്ങൾക്ക് ഇടിവ് സംഭവിക്കാറുണ്ട്. നമ്മുടെ സ്നേഹം വല്ലാണ്ട് വറ്റിപ്പോകാറുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ നിന്ന് ക്രിസ്തു വന്ന സ്നേഹത്തിലേക്ക് വീണ്ടും ഒന്ന് മടങ്ങിവരവ് ഇടയാകുവാൻ നമുക്ക് സാധ്യമാകണം. സത്യത്തിൽ ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയും ഞാൻ ഇന്ന് എൻ്റെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പറയുകയായിരുന്നു. കുറച്ചുപേരെ ഉള്ളൂ എങ്കിൽ തന്നെയും ഒരുമിച്ചിരുന്ന് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വേദം വായിക്കുമ്പോഴും നാം അറിയാതെ ഒരു പരിശുദ്ധാത്മാവിന് നിറവും ചൈതന്യവും ആ കൂട്ടായ്മയിൽ വന്നു ചേരുകയാണ്. സത്യത്തിൽ എന്തിനാണ് അങ്ങനെ കൂടി വരുവെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതിന് മനസ്സ് തരുന്ന തന്നെ ഉത്തരം, ഇങ്ങനെ ഒരു കൂടിവരവ് പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ വരുന്ന തലമുറകൾക്ക് വേണ്ടി നാം സ്വീകരിക്കുന്ന ചില നിക്ഷേപങ്ങളാണ്. ദൈവസന്നിധിയിൽ നാം രൂപപ്പെടുത്തുന്ന നിക്ഷേപങ്ങളാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, വരാനുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, അതിനപ്പുറത്തേക്ക് ഒക്കെ അവരുടെ ഇന്ന് നമ്മളൊക്കെ ആയിരിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളും ജോലി സാഹചര്യങ്ങളും വീടും കുടുംബവും ഒക്കെ സത്യത്തിൽ നമ്മുടെ മാത്രം അധ്വാനം കൊണ്ട് രൂപപ്പെട്ടതാണ് എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് മുന്നമേ കടന്നുപോയവർ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും നോമ്പെടുക്കുകയും ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ് സത്യത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷിതവും സൗകര്യങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ. അങ്ങനെ ആ ആസ്വാദനങ്ങളും സുരക്ഷിതത്വവും നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെയും വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി, നമുക്ക് ശേഷമുള്ള തലമുറയ്ക്ക് വേണ്ടി നാം രൂപപ്പെടുത്തേണ്ട നിക്ഷേപങ്ങളാണ് നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥന കൂട്ടായ്മയും. ഇവിടെ നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ കൂടി വരുന്ന ഭവനങ്ങളെ നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനെ കൂടി വരുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മൾ ഇറങ്ങി വസിക്കുകയും അത് വരുവാനുള്ള തലമുറയ്ക്ക് ഒരു നിക്ഷേപമായി നമ്മളെ സഹായിക്കുകയും ദൈവസന്നിധിയിലുള്ള മടങ്ങിവരവിന് മുഖാന്തരമായി തീരുകയും അത് സ്വർഗത്തിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നാം രൂപപ്പെടുത്തുന്ന ഒരു ഡിപ്പോസിറ്റായി തന്നെ പരിണമിക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ കൂട്ടായ്മയും അനുഗ്രഹകരമായി തീരുക. വാക്കുകൾ ചുരുക്കട്ടെ. ദൈവ രൂപത്തെ, നമ്മുടെ സ്വരൂപത്തെ വൈരൂപ്യമാക്കി കളയാതെ നല്ല ദൈവാനുഭവത്തിൽ വിനയത്തോടെ ജീവിക്കുവാൻ. ഹ്യൂമൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഹ്യൂമെയിൻ, വിനയപ്പെടുക എന്ന് തന്നെയാണല്ലോ. വിനയപ്പെട്ട് ജീവിക്കുന്ന അനുഭവങ്ങളിൽ ദൈവാനുഭവങ്ങൾ വന്ന് നിറയട്ടെ. ദൈവത്തിന്റെ രൂപം നമ്മുടെ ഭാഷ കൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ ജീവിതശൈലി കൊണ്ടോ വിരൂപമാക്കാതെ, എവിടെയെങ്കിലും ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ദൈവാനുഭവത്തിലേക്ക് മടങ്ങിവരവ് സാധ്യമായി തീരുന്ന അനുഭവത്തിലൂടെ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുവാനും ദൈവാലയത്തിലായിരിക്കേണ്ട സമയത്ത് ദൈവത്തിലായിരിക്കുവാനും വിശുദ്ധ കുർബാന കൈമോശം വരാതെ സൂക്ഷിക്കുവാനും സ്നേഹിക്കാനും പരസ്പരം ആദരവോടെ ജീവിക്കാനും ഒക്കെ ഇടയാകുന്ന അനുഭവത്തിൽ ദൈവ സ്നേഹത്തിലേക്ക് വീണ്ടും മടങ്ങി വന്ന് സജീവമായി നിലനിൽക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂടിയവരവിന് ക്ഷണിച്ച എനിക്ക് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ വന്ദനായ ഐസക് ബി പ്രകാശ് അച്ഛനോട്, അച്ഛൻ പറഞ്ഞതുപോലെ വല്ലപ്പോഴും മാത്രമേ കണ്ടുമുട്ടുള്ളൂവെങ്കിലും പരസ്പരം ആദരവോടെ ഒരു മൂത്ത സഹോദരൻ എന്ന നിലയിൽ അച്ഛനെ കാണാനും സ്നേഹിക്കാനും ആദരവോടെ കാണുവാനും ഒക്കെ ഞാൻ കണ്ട നാൾ മുതൽ, അത് എൻ്റെ ചെറുപ്രായത്തിൽ പോലും അച്ഛൻ MGCSും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളിലൊക്കെ ആ ആദരവിന്റെ ഭാഷ ഞാൻ എപ്പോഴും അച്ഛനുമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്നേഹം ഇപ്പോഴും ആദരവോടെ ഉള്ളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ക്ഷണിച്ച വന്ദനായ പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛനോടും സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട റിച്ചി അച്ഛനോടും ഈ ശബ്ദത്തെ ശ്രവിച്ച ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ കൂട്ടായ്മ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അഭിമന്യ തിരുമേനി, നന്ദി വൈദിക സഹോദരങ്ങളെ, സുപരിചിതമായ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അതിൽ നിന്നുള്ള ഉൾക്കാമ്പുകളെ കൃത്യമായി അടർത്തിയെടുത്തുന്നത് പ്രഭാത സന്ദേശമാക്കി മാറ്റുവാൻ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോടൊപ്പം ആയിരുന്നതിലുള്ള സന്തോഷം പ്രത്യേകമായി ആമുഖമായി അറിയിക്കട്ടെ. ഈ അധ്യായത്തെ പിതാക്കന്മാർ പണ്ട് മുതലേ വിളിച്ചൊരു പേരുണ്ട്. അത് അല്പം സർക്കാസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം, എന്നാൽ ഗൗരവമായിട്ടും എടുക്കാം. ദ ലോസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബൈബിൾ. കാരണം 15-ാമത്തെ അധ്യായം മൊത്തം പറയുന്നത് സംതിങ് ലോസ്റ്റ്. അച്ഛൻ പറഞ്ഞു നഷ്ടങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം. എന്നാൽ അതിന് കൂട്ടിച്ചേർക്കാൻ കോംപ്ലിമെന്ററി ആയിട്ട് പറയും ദ ഗെയിൻഡ് ചാപ്റ്റർ. ദ ലോസ്റ്റ് ചാപ്റ്റർ കണക്റ്റഡ് വിത്ത് ദ ഗെയിൻഡ് ചാപ്റ്റർ. നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അത് വീണ്ടെടുത്ത കാര്യത്തെക്കുറിച്ചും പറയുന്ന ഒരു പുസ്തകമായി പിതാക്കന്മാർ ഇതിനെ കാണാറുണ്ട്. ഒപ്പം ധാരാളം പ്രസംഗങ്ങൾ ഈ 3 വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ആദിമ കാലഘട്ടം മുതലും ഇപ്പോഴും ആനുകാലിക പ്രസക്തിയിലും ഇന്ന് അച്ഛൻ പറഞ്ഞപ്പോഴും അതിനകത്ത് തികച്ചും വ്യത്യസ്തമായ അല്ലെങ്കിൽ പുതുമയാർന്ന ഒരുപാട് കാര്യങ്ങൾ അച്ഛനത് കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിച്ചു. 3 കാര്യത്തിലും ചില കാര്യം നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാൻ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ മേഖലകളാണ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്, ഇന്നത്തെ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മൂല്യച്യുതികൾ, പ്രത്യേകിച്ച് രാത്രി ജീവിതത്തിന്റെ പ്രസക്തി കൂടി വരുന്നു. അതുമാത്രമല്ല ഇന്റലിജൻസ്, ഹ്യൂമൻ ഇന്റലിജൻസിനേക്കാൾ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടെ കടന്നു വന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ ഒരു സിംബോസിയത്തിൽ പങ്കെടുത്തു. ആ പങ്കെടുത്തതിന്റെ വാർത്താ ചിത്രം അച്ഛൻ എനിക്ക് അയച്ചു തന്നു. ഇതിനകത്ത് പറയുന്നത് മനുഷ്യബുദ്ധിയെ ഒക്കെ തുരങ്കം വെക്കുന്ന ഒരു യാന്ത്രികമായ ചലനമുള്ളൊരു ബുദ്ധി ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്പ കഴിയുമ്പോൾ ഈ മനുഷ്യനെ തന്നെ വേണ്ടാത്ത രീതിയിലേക്ക് യാന്ത്രിക ബുദ്ധി വളരും. അപ്പൊ ആ സമയത്ത് മനുഷ്യന്റെ നിലനിൽപ്പ് ഞാൻ ഇതേ വിഷയം ഈ തലമുറയിലെ കുറച്ച് കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഈസി ഗോയിങ്ങിൽ പോകുന്ന കുട്ടികൾ പറഞ്ഞത് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി ലൈഫ് അല്പം കൂടി എളുപ്പമായി. എന്നാൽ ദൈവബോധം നഷ്ടപ്പെടാത്ത കുട്ടികൾ പറയുന്നു ദൈവബോധത്തിന് ഒരു തുരങ്കം വെക്കാനുള്ള സാധ്യത ഈ ചിന്തകളിലൂടെ ഉണ്ടാകാറില്ലേ എന്ന് ഈ തലമുറകളിലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായി. ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇതിനെ വിലയിരുത്തിയത്. ഒരു കൊച്ചു വാക്ക് മാത്രം ഞാൻ കൂട്ടിച്ചേർത്ത് പിന്മാറുകയാണ്. ഒന്ന്, ആ ഒരു ആടിനെ അന്വേഷിച്ചു പോയ ഒരു ഇടയന്റെ ഒരു മുഖമുണ്ട്. 100 എണ്ണം 99 എണ്ണം കയ്യിലുണ്ടായിട്ടും ആ ഒരെണ്ണത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം ഈ ഇടയനാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇടവകയിലും ദേവാലയത്തിലും അല്ലെ ഭവനത്തിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും അങ്ങനെ ഒരു ചിന്ത. 2, കളഞ്ഞുപോയ ആ വിലപിടിപ്പുള്ള സംഭവം നമ്മൾ പലപ്പോഴും അത് പോകട്ടെ, ഇന്നത്തെ കാലഘട്ടം 5 പൈസയ്ക്കോ അല്ലെങ്കിൽ $1 ഒന്നും വലുതായിട്ടൊന്നും വെക്കാറില്ല. ഇത് ആകെ വിലയുള്ള ഒരേ ഒരു സ്ഥലം പള്ളിയാണ്. $1 വിലയുള്ള ഒരു സ്ഥലം പള്ളി. ബാക്കി ഒരു സ്ഥലത്തും ഇത് എന്നുള്ള രീതിയിൽ നമ്മളതിനെ കാണാറുണ്ട്. 3-മത് പറഞ്ഞത് പ്രോഡിഗൽ സണ്ണിനെ നമ്മൾ എപ്പോഴും എടുത്ത് ഡിസെക്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ അങ്ങനെ പോയിട്ട് മടങ്ങി വന്ന ഒരാളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യന്റെ മുഖം നമുക്കുണ്ടാകും. ഇത് ഞാൻ അച്ഛനെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിച്ചാൽ അച്ഛൻ വളരെ ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചു. അതിൽ ഓരോന്നിനും വിശദീകരണം തന്നു, നല്ലൊരു ഡിസെക്ഷൻ തന്നു. എന്നാൽ ഇതും കൂടെ, ഈ മുഖഭാവം കൂടി നമുക്കുണ്ടാകാൻ ഉള്ള ഒരു അവസാന വാക്കിന്റെ ഒരു കുത്ത് കിട്ടുന്നേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ഇതിനെ കാണണ്ട. അശ്വൻ പറഞ്ഞ ഗൗരവമായ കാര്യം ഞങ്ങള് പരിഗണിക്കാൻ ദൈവം പരിശുദ്ധാത്മ കൃപയും ശക്തിയും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സമയം മുന്നോട്ട് പോയെങ്കിലും അച്ഛൻ സാധാരണ പാടുന്ന ഒരു കൊച്ചു പാട്ടുണ്ട്, എന്തിനീ മണ്ണിലെ നിക്ഷേപങ്ങൾ. ഒരു 4 വരിയേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ട് ഒന്ന് പാടാമെങ്കിൽ, പ്രത്യേകിച്ച് ഉപകരണമൊന്നും ഇല്ല, മൈക്ക് സിസ്റ്റം ഒന്നും ഇല്ലെങ്കിലും അച്ഛൻ്റെ ആ സ്വതസിദ്ധമായ വരിയിൽ അതൊന്ന് പാടാമെങ്കിൽ ഇന്നത്തെ ഈ പറഞ്ഞ വാക്കിന്
കൂടുതൽ ഹൃദ്യത തോന്നും, അത് ഞങ്ങൾക്ക് കൂടുതൽ മധുരം നൽകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അച്ഛനോട് ആവശ്യപ്പെടുകയാണ്. കഴിയുമെങ്കിൽ ആ 4 വരി പാടുന്നു. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുവാനുള്ള സമയമാണ്. പാടാം പാടാം. OVS ഒരു 4 വരി പാട്ടായിരുന്നു. അന്ന് തീം എന്റെ കൃപ നിനക്ക് മതി എന്നുള്ളതായിരുന്നു. 4 വരി മാത്രമേ അതുള്ളൂ. എന്തിനീ മണ്ണിലെ നിക്ഷേപങ്ങൾ, എന്തിനീ ഭൂവിലെ സൗഭാഗ്യങ്ങൾ, എനിക്കു നിൻ കൃപയുണ്ടെങ്കിൽ യേശുവേ എനിക്കു നിൻ കൃപ മതി. എന്തിനീ മണ്ണിലെ നിക്ഷേപങ്ങൾ, എന്തിനീ ഭൂവിലെ സൗഭാഗ്യങ്ങൾ, എനിക്കു നിൻ കൃപയുണ്ടെങ്കിൽ യേശുവേ എനിക്കു നിൻ കൃപ മതി. എനിക്കു നിൻ കൃപയുണ്ടെങ്കിൽ യേശുവേ എനിക്കു നിൻ കൃപ മതി. Thank you so much. ബഹുമാനപ്പെട്ട